അസ്സലാമു അലൈക്കും. ഇന്ന് 7 ആഗസ്റ്റ് 2025. അപ്പോൾ ഇന്ന് പറയാൻ വരുന്നത് നമ്മുടെ മുൻകാലത്ത് പഞ്ചായത്ത്, അതുപോലെ MLA, അതുപോലെ കോർപ്പറേഷൻ ഇവരൊക്കെ ഭരിക്കുന്നവർ സർക്കാരിൻ്റെ മുഴുവൻ സാധനങ്ങളും നാട്ടുകാരുടെയും കളവ് നടത്തുമായിരുന്നു. അപ്പോൾ മുമ്പ് CPM എടുത്തിട്ടുള്ള ഒരു പരാതിയിൽ ഞാൻ ഒന്നെടുത്ത് വിജിലൻസിന് അയച്ചിട്ടുണ്ടായി. അതുമൂലം എനിക്ക് ഒരുപാട് ആളുകൾ എതിരായി. അപ്പോൾ നല്ല ശ്രദ്ധിക്കുക, കളവിന് കൂട്ടു നിൽക്കാൻ എനിക്കാവില്ല. നിങ്ങൾ ചെയ്യുന്ന കൊലപാതകത്തിന് കളവിന് കൂട്ടു നിൽക്കാൻ എനിക്കാവില്ല. ജമാഅത്ത് ഇസ്ലാമിയോടും മുസ്ലിം ലീഗുകാരോട് മുസ്ലിം ലീഗുകാരോടും അതുപോലെ തന്നെ ഇവിടുത്തെ മതപണ്ഡിതന്മാരോടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന തമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ നോക്കണ്ട. അതിന് നീ നിൻ്റെ പണി നോക്ക് കേട്ടോ. എല്ലാ ലീഗുകാരോടും അതുപോലെ ഈ താരാറിനോടാണ്. നിങ്ങൾ ചെയ്യുന്ന കൊലപാതകവും കളവും വോട്ടടക്കലല്ല എൻ്റെ ജോലി. ഞാനതിന് നിൽക്കില്ല. എൻ്റെ പേരിൽ ആ കാര്യം കൊണ്ട് വരണ്ട കേട്ടോ. അതിൻ്റെ പേരിൽ നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കിയാലും നിങ്ങളെ കംപ്ലീറ്റ് ഞാൻ അതിസൂത്രമായിട്ട് ഉള്ളിൽ തള്ളും. അതിസൂത്രമായിട്ട്. അത് നിങ്ങൾക്ക് മുഴുവൻ മോശമാണ്. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് എന്തൊക്കെ കളിച്ചാലും നിങ്ങൾ അടിയപ്പെടും, കൂട്ടത്തോടെ അടിയപ്പെടും. മനസ്സിലായില്ലേ? ഇന്നലെ എനിക്ക് അങ്ങനെ സംശയം കുടുങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഗൗരവമായിട്ട് കാണുക തന്നെ ചെയ്യും. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഉള്ളിൽ കൂടെയുള്ള കളിയില്ലേ, ആ സ്ഥലത്ത് കൂടെയുള്ള കളി, അത് നിർത്തിണ്ടിരിക്കാരെ. നിങ്ങൾക്കതാണ് നല്ലത്. നിൻ്റെ കളിക്കൊന്നും ഞാൻ കൂട്ടു നിൽക്കില്ല. നിങ്ങൾ പൊതുഖജനാവിലെ പൈസ എടുത്ത് കട്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് ചുറ്റുപാടല്ല. അതുപോലെ നിങ്ങളെ കിണറ്റിക്കണ കമ്മാലിനെ കൊണ്ടുപോയിട്ട് കൊന്നില്ലേ, നിങ്ങൾ താരാണ്ടാക്കിയിട്ടാണ് അതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ ഇവിടെ രാവിലെ കൊന്നിട്ട് കുളിമുറിയിൽ വെച്ച് അടിച്ച് കൊന്നിട്ട് മുരക്ക് കൊണ്ടുപോയിട്ടില്ല, ആ കാര്യമാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? എന്നെ അതിന് കിട്ടില്ല, എന്നെ അതിനെ നോക്കുകയും വേണ്ട. മനസ്സിലായില്ലേ? ഒരു ക്രൈം ചെയ്യാൻ എൻ്റെ ഈ കയ്യും മനസ്സും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് എല്ലാ ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ലീഗുകാരും തൽക്കാലം ഇത് വാങ്ങി വെക്കുക, മാറി നിൽക്കുക. നിങ്ങളെ നേരെ നിന്ന ബാക്കിയുള്ളതും കൂടി തോണ്ടും. ഞാൻ ഒന്നിൽ മാത്രമല്ല, കംപ്ലീറ്റ് തോണ്ടൽ വരും. നിങ്ങളുടെ എല്ലാ കള്ളത്തരം എനിക്കറിയാം. മനസ്സിലായില്ലേ? അപ്പോൾ ആ വിദ്വേഷങ്ങൾ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ പണി ഒരുപാട് വരും. അത് വലിയ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. കാരണം ഈ കയ്യെ തെറ്റ് ചെയ്യാത്തോടത്തോളം കാലം നിങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായില്ലേ? ഒരു കളവും നടക്കില്ല. ജമാഅത്ത് ഇസ്ലാമിയെ, SDPയെ നീ എൻ്റെ പേരിലേക്ക് കയറ്റി വെച്ച വെള്ളം ഇറക്കി വെച്ചതാണ്.